നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്മശ്രീയും പത്മഭൂഷണും ഒക്കെ കിട്ടാത്തതിൻ്റെ പേരിൽ കേരളത്തിൽ ഇപ്പോൾ ആ കൊതിക്കറിവിൻ്റെ പേരിൽ ഇപ്പോൾ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അവനവന് തന്നെ ഈ പത്മശ്രീ കിട്ടണമെന്നാണല്ലോ ആഗ്രഹം. നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രാഞ്ചിയേട്ടന്മാരുണ്ട്. ഇപ്പോൾ അതാണ്ട് വലിയ സജീവമായ ചർച്ചയാണ്. സർക്കാർ 19 പേരുകൾ നിർദ്ദേശിച്ചു എന്നാണ് പറയുന്നത്. അതിൽ കേന്ദ്രം പരിഗണിച്ചത് ഒരാളെ മാത്രമാണെന്നാണ് റിപ്പോർട്ട്. ഈ കേരളത്തിൽ നിന്ന് കൊടുക്കുന്ന എല്ലാ പൊങ്ങന്മാരെയും കേന്ദ്രം അംഗീകരിക്കണമെന്നുണ്ടോ? ഈ കേന്ദ്രത്തിലെ അത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പത്മ പുരസ്കാരങ്ങൾ പലപ്പോഴും തേടിയെത്തുന്നത് കുപ്പയിലെ മാണിക്യത്തെയാണ്. അല്ലാതെ ഈ നമ്മളെ ബാഹ്യമോടി കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ച് വെച്ചവർക്ക് കൊടുക്കുന്ന ഒരിടമല്ല. നന്നായി പഠിച്ചതിന് ശേഷം ഇവിടെ സംസ്ഥാനത്ത് നിന്നാണെങ്കിൽ പോകുന്നതോ CPM-ൻ്റെ സ്തുതിപാഠകർ, കുഴലൂത്തുകാർ, ഇവർക്കൊക്കെ പത്മശ്രീ വേണമെന്നും പറഞ്ഞാണ് പേര് നിർദ്ദേശിക്കുന്നത്. അപ്പം ഇത്തവണ 19 പേരുകളിൽ ഉൾപ്പെട്ട ചിത്രം നമ്പൂതിരിപ്പാടിനെ മാത്രമാണ് പത്മശ്രീ പുരസ്കാരത്തിന് പരിഗണിച്ചതെന്ന് പറയുന്നുണ്ട്. സാഹിത്യ വിദ്യാഭ്യാസ രംഗത്ത് നിന്നാണ് ചിത്രം നമ്പൂതിരിപ്പാടിനെ പരിഗണിച്ചത്. അർഹതപ്പെട്ടത് തന്നെയാണ്. പിന്നെ പത്മശ്രീ കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അങ്ങനെയാണല്ലോ. ഈ 10 പണം കിട്ടുന്നവന് 20 പണം കിട്ടണം. അത് പിന്നെ 100 ആകണം, 1000 ആകണം. അതാണല്ലോ കുഞ്ചൻ നമ്പ്യാരും ഒക്കെ ഒരുപാട് വർണ്ണിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞതുപോലെയാണ് പത്മശ്രീ കിട്ടിയവർക്ക് പിന്നെ പത്മവിഭൂഷൺ, ഇങ്ങനെ പോവുകയാണ് ഓരോരോ പടിപടിയായിട്ട്. പത്മവിഭൂഷൺ പുരസ്കാരത്തിനായി കേരളം നിർദ്ദേശിച്ചത് MT വാസുദേവൻ നായരുടെ പേരായിരുന്നു. അത് എനിക്ക് തോന്നുന്നു MTയെ മനഃപൂർവ്വം പിണറായിയും നരേന്ദ്രമോദിയും തമ്മിൽ വലിയ അടുപ്പമാണ് എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. ചില ഒത്തുകളികൾ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പേരിൽ ആദ്യം ഇവിടുന്ന് പേര് പോയി കാണും. പക്ഷെ പിന്നീട് MTയുടെ പേരങ്ങ് വെട്ടിയേക്കാൻ പറഞ്ഞു കാണുമായിരിക്കും. കാരണം നമ്മുടെ കാരണഭൂതനെ വേദിയിൽ ഇരുത്തിക്കൊണ്ടാണല്ലോ MT പൊരിച്ചത്. അധികാരത്തിൻ്റെ ഉത്തംഗ ശൃംഖങ്ങളിൽ ഇരിക്കുന്നവർ ജനങ്ങളെ മറക്കുന്നു എന്നൊക്കെ പറഞ്ഞ് MTയുടെ ആ പ്രസംഗം. പിന്നെ പത്മഭൂഷണിനായി നിർദ്ദേശിച്ചത് നടൻ മമ്മൂട്ടിയുടെ പേരും. അല്ല, മമ്മൂട്ടിക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഈ അടുത്തതിലേക്ക് പോകാൻ എന്താണ് അദ്ദേഹത്തിൽ നിന്ന് വേറെ ഉണ്ടായിട്ടുള്ളത്? കുറേ സിനിമാക്കാർ, പൊങ്ങന്മാർ ഈ മമ്മൂട്ടിക്ക് കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞ് ഏങ്ങലടിച്ച് കരയുന്ന കണ്ട്. അദ്ദേഹം നടൻ മാത്രമാണ്, പിന്നെ താരമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഈ കുറേ ഫാൻസ് അസോസിയേഷൻകാരും കൊട്ടിഘോഷിക്കുന്നുണ്ട്. അതൊക്കെ ഇവർ പൈസ കൊടുത്തുണ്ടാക്കുന്ന ഒന്നാണല്ലോ അത്. അപ്പോൾ എന്തായാലും പത്മശ്രീ പുരസ്കാരത്തിന് അപ്പുറമൊന്നും മമ്മൂട്ടിക്ക് വേറെ കിട്ടേണ്ടതായ യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അദ്ദേഹം ഇപ്പോൾ രാജ്യസഭാ സീറ്റിലേക്ക് കിട്ടുമോ എന്നുള്ളത് അന്വേഷിച്ച് നടക്കുന്ന ആളാണ്. കുറേ കാലമായിട്ട് അതുമായിട്ട് നടക്കുകയാണ്. സംവിധായകൻ ഷാജി N. കരുണ്, കായിക താരം PR ശ്രീജേഷ്, മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയസ് ക്ലിമ്മീസ് കത്തോലിക്ക ബാവ എന്നിവരെയും നിർദ്ദേശിച്ചു. ഇതിൽ ഈ ക്ലിമ്മീസ് കത്തോലിക്ക ബാവയെ എന്തിനു വേണ്ടി നിർദ്ദേശിച്ചു എന്നുള്ള കാര്യം കൂടി അറിയണം. ഈ ക്ലിമ്മീസ് കത്തോലിക്ക ബാവ നമുക്കിപ്പോൾ വിദ്യാഭ്യാസ രംഗത്തുള്ള സമഗ്രമായ സംഭാവന എന്നൊക്കെ പറഞ്ഞായിരിക്കും. അത് ക്ലിമ്മീസ് കത്തോലിക്ക ബാവയ്ക്ക് വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് ഈ LDF സർക്കാരിൻ്റെ ഒരു പ്രധാന നേട്ടം. എന്തിനാണ്? ലോക്സഭാ തിരഞ്ഞെടുപ്പായാലും അത് കഴിഞ്ഞ് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പായാലും ഈ ന്യൂനപക്ഷ സമുദായങ്ങളെ മുഴുവൻ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയാണ്. ഇവരെയൊക്കെ BJP അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരെ ഇങ്ങോട്ടേക്ക് ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി തന്നെയാണ് ക്ലിമ്മീസിൻ്റെയൊക്കെ പേര് നിർദ്ദേശിച്ചത്. എന്നാൽ ഈ പേരുകൾ കേന്ദ്രം ഇത് കാര്യമായി എടുത്തേയില്ല. പിന്നെ IM വിജയൻ, മാനുവൽ ഫെഡറിക്ക്, രഞ്ജിത്ത് മഹേശ്വരി എന്നിവരെ കായിക രംഗത്ത് നിന്നും, പിന്നെ C രാധാകൃഷ്ണൻ, T പത്മനാഭൻ, MK സാനു, ബെന്യാമൻ എന്നിവരെ സാഹിത്യ രംഗത്ത് നിന്നും പത്മശ്രീക്കായി നിർദ്ദേശിച്ചു എന്നാണ് അറിയുന്നത്. MK സാനു അദ്ദേഹത്തിന്
പത്മശ്രീ പുരസ്കാരം കൊടുക്കണം, ടി പത്മനാഭനും കൊടുക്കണം, സി രാധാകൃഷ്ണനും കൊടുക്കണം. അർഹതപ്പെട്ട കൈകൾ തന്നെയാണ്. അതിൽ ഈ ഒടുവിൽ പറഞ്ഞ പേര് ബെന്യാമൻ എന്തോ പുണ്ണാക്ക് ചെയ്തിട്ടാണ് ഈ ബെന്യാമന് പത്മശ്രീ പുരസ്കാരം കൊടുക്കുന്നത്? ഒരു നോവൽ എഴുതി ആട് ജീവിതമെന്നും പറഞ്ഞ് അത് വിറ്റ് പൈസ ഉണ്ടാക്കി മുമ്പോട്ട് പോകുന്നു. അല്ലാതെ എന്താണ് ചെയ്തിട്ടുള്ളത്? ചോദിച്ചാൽ പറയും പ്രവാസികളെ മുഴുവൻ അങ്ങ് ഉദ്ധരിച്ചു എന്ന്. എന്ത് ഉദ്ധരിച്ചു എന്നാണ് പറയുന്നത്? ഇത്രത്തോളം ഈ സാഹിത്യ ക്ലിക്കുകൾ കൊണ്ട് പേരെടുത്ത് നിൽക്കുകയാണ്. AKG സെൻറ്ററിലെ ഈ കുഴലൂത്തുകാരന്മാരാണ് ഈ ബെന്യാമൻ എന്നൊക്കെ പറയുന്ന കക്ഷികൾ. ഈ പേരുകളെ അത് കേന്ദ്രം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രം എടുത്ത് ചവറ്റുകുട്ടയ്ക്കകത്ത് ഇട്ട് കൊടുത്തത്. സാമൂഹിക സേവന രംഗത്ത് നിന്നും ഫാദർ ഡേവിഡ് ചിറമ്മേലിനെയും സി നരേന്ദ്രനെയും മരണാനന്തരം, സിവിൽ സർവീസിൽ നിന്ന് K ജയകുമാറിനെയും കലാരംഗത്ത് നിന്ന് ഡോക്ടർ പൂവത്തിങ്കലിനെയും സൂര്യ കൃഷ്ണമൂർത്തിയെയും സദനം കൃഷ്ണൻകുട്ടി നായരുടെ പേരും നിർദ്ദേശിച്ചിരുന്നു. പത്മ പുരസ്കാരങ്ങൾ നേടിയ മലയാളികൾ എന്ന് പറയുന്നത് നിരവധി പേരാണ്. നമുക്കറിയാം, ഇത്തവണ രാജഗോപാൽ, ഗായിക ഉഷ ഉതുപ്പ്, അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മിഭായി, ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഈ എത്തേണ്ടിടത്ത് ഓരോ കാര്യങ്ങൾ അങ്ങനെ എത്തിച്ചു കൊടുക്കുകയാണ് BJP സർക്കാർ ചെയ്യുന്നത്. അതിനിടയ്ക്കാണ് കുറച്ച് പൊങ്ങന്മാരുടെ ഇവരുടെ സ്തുതിപാഠകന്മാരുടെ ലിസ്റ്റുമായിട്ട് അങ്ങ് ചെന്നിരിക്കുന്നത്. അതിന് ഇവർ വിഷമിക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ CPM ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പത്മ പുരസ്കാരത്തിന് സമാനമായിട്ട് കുറേ പൊങ്ങന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, കേരളശ്രീ, കേരള ജ്യോതി എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ എടുത്തങ്ങ് കൊടുക്കുക. അതായിരിക്കും നല്ലത്.